ലോകത്ത് ക്രൂശിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും? ഉത്തരേന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് വന്ന 3-4 ആളുകൾ കൊടുത്ത കേസാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾ അതല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് പോകണ്ട, പിന്നെ തൃപ്തി ദേശായിക്ക് പോകണം, പിന്നെ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകണം, മുസ്ലിം പേരുള്ള ഒരാൾക്ക് പോകണം. കാന്താര സിനിമയെ പറ്റി അവരുടെ ചാനലിൽ എന്താ വന്നത്? പിന്നെ ഹിന്ദുവിനെ കാണിക്കുമ്പോൾ പർദ്ദട്ട് കാണിക്കാൻ പറ്റൂ, സാരി ഉടുത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുവിൻ്റെ ആചാരം കാണിക്കുമ്പോൾ കോമരല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഹിന്ദുവിൻ്റെ ആചാരം കാണിക്കുമ്പോൾ അവിടെ നമ്മളെ കുത്തുകാർത്തീവ് കാണിക്കാൻ പറ്റൂ. എന്ത് ലോജിക്കാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നല്ല പായസം ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുക. നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അവിടെ ക്യാമറയൊക്കെ, അതിലൊരു സൈനൈഡ് ഗുണം തന്നെ ഉണ്ടാവും. സൈനൈഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പായസം വലിയ ചരുവത്തിലാണ് വെക്കുന്നത്, സൈനൈഡ് എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ആ വിഷം ഉണ്ടല്ലോ, ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം, അതിന് തീവ്രത കൂടി വരിക. അയ്യപ്പ സംഗമം CPM-ന് ഗുണം ചെയ്തോ അതോ ദോഷം ചെയ്തോ എന്നാണ്? ഗുണം ചെയ്തു. കാരണം എന്ന് വെച്ചാൽ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര പുരോഗമനം വന്നുകൊണ്ടിരുന്നതാണ്. ഇതൊന്നും നല്ല പുരോഗമനം. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ യുവതികളെ കയറ്റിയിട്ടില്ലെങ്കിൽ ശബരിമലയിൽ നിങ്ങൾ നടത്തിയത് വലിയൊരു സമരം തന്നെയാണ്, വലിയ പുരോഗമനാത്മകമാണ്. ഇവിടെ ബാക്കി എല്ലാ സ്ഥലത്തും പോവാം. അവിടുത്തെ ഒരു മൂർത്തിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷമാണത്. ആ മൂർത്തിനെ മറ്റ് സ്ഥലങ്ങൾ കല്യാണം കഴിച്ച് താമസിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ വിശ്വാസം എന്താണ്? ആ വിശ്വാസം എന്ന് വെച്ചാൽ നമുക്കിത് കൃത്യമായി സയൻറ്റിഫിക്കായി പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ആ മൂർത്തിയുടെ ഒരു ഭാവം അങ്ങനെയാണ്, അത് നൈഷ്ഠിക ബ്രഹ്മചാരിയുടേതാണ്. അവിടുത്തെ ആചാരങ്ങൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് യുവതികൾ പൊതുവേ പോകാറില്ല. പിന്നെ കയറ്റണമെന്ന് ആർക്കാ നിർബന്ധം? പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ പിന്നെ താല്പര്യമില്ലാത്ത ഉത്തരേന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് വന്ന 3-4 ആളുകൾ കൊടുത്ത കേസാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾ അതല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് പോകണ്ട, പിന്നെ തൃപ്തി ദേശായിക്ക് പോകണം, പിന്നെ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകണം, മുസ്ലിം പേരുള്ള ഒരാൾക്ക് പോകണം. അതല്ലേ അതിൻ്റെ സംഭവം. അപ്പം അത് തിരുത്തി എന്നുള്ളത് നല്ല തീരുമാനമാണ്. NSS അതിനെ സ്വാഗതം ചെയ്യും. വളരെ നല്ല തീരുമാനം. ഈ CPM മുൻകാലങ്ങളിൽ ഇപ്പം ഈ ഹിന്ദുവിൽ നിന്ന് അകന്നു എന്ന് തോന്നുകയും ഈ മുസ്ലിം വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ചെയ്യാനുള്ള ശ്രമം എന്നാണ്. ഇപ്പൊ നേരെ തിരിച്ച് മുസ്ലിങ്ങളോടുള്ള അകൽച്ച CPM-ന് ഉണ്ടാകുന്നുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരിപ്പം കമ്മ്യൂണിസ്റ്റുകാരായി. കമ്മ്യൂണിസം നല്ല കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ഉള്ള സോഷ്യൽ ഡെമോക്രസിയാണ്. എങ്കിലും അവന് വിളിക്കുന്ന പേര് കമ്മ്യൂണിസമാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിസം തന്നെ വിളിക്കുക. കമ്മ്യൂണിസ്റ്റുകാരിപ്പം കമ്മ്യൂണിസ്റ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് വരുന്ന നിലപാട്. മുസ്ലിംസ് മൈനോറിറ്റീസ്, എസ്പെഷ്യലി മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് ഇപ്പോഴാണ് വിദ്യാഭ്യാസം കിട്ടി. ജനാധിപത്യം എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. വിദ്യാഭ്യാസം കിട്ടി, പിള്ളേർ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് ജനാധിപത്യം എന്താണ്, ലിബറൽസ് എന്താണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഒരു വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ, ഇവിടെ സാമുദായിക സന്തുലനം തകർക്കാനുള്ള ശ്രമം മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ സംഘടനകൾ, അതിലൊന്നായ ജമാഅത്ത് ഇസ്ലാമി, അവരാണ് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിംസിന്റെ ഇപ്പൊ ഹെഡായി ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. AP അബൂബക്കർ മുസ്ലിയാരും EK വിഭാഗം എല്ലാം തന്നെ ഇവർക്കെതിരാണ്. പക്ഷെ ഇവരുടെ ബുദ്ധിയെ ഇപ്പൊ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ജമാഅത്ത് മാധ്യമം മീഡിയ കൊണ്ടാണ്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ AP അബൂബക്കർ മുസ്ലിയാരും EK വിഭാഗം ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ നിന്നൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. എന്നാൽ ഹിന്ദുക്കൾ ശത്രുക്കളല്ല, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള പരിഗണന കിട്ടുന്നുണ്ട്. ഇനി കിട്ടാത്തതും നമുക്ക് മാന്യമായി മുന്നോട്ട് വെക്കാം. അതല്ലാതെ ലോകത്ത് ക്രൂശിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും? ആ രീതിയിലുള്ള ഈ ഗുജറാത്ത് കലാപം, ബോംബെ കലാപം, കോയമ്പത്തൂർ കലാപം, ബാബർ മസ്ജിദ്, ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് പലസ്തീൻ പ്രശ്നം, പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്ന കേരളത്തെ മുസ്ലിം നരേറ്റീവ് ഉണ്ടായിട്ട് ഇവിടെയുള്ള പാമ യുവാക്കൾക്ക് IS-ലേക്കും മറ്റും കയറി പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇവർ ഇന്റലക്ച്വലി നേരിട്ടല്ലെങ്കിൽ പോലും ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഇതിൽ ലീഗ് പോലുള്ള സംഘടനകൾ കൂടി വീഴുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പങ്കില്ല. പ്രധാനപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു 0.2% മാത്രം റെപ്രസെന്റേഷനുള്ള സംഘടന. പക്ഷെ സാമുദായികമായി ചിന്തിക്കുന്നവരുടെ ബുദ്ധി കേന്ദ്രപ്പം അവരാണ്. അവർ പടച്ചു വിടുന്നു, മറ്റുള്ളവർ ഏറ്റുപാടുന്നു. ഫാസിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്താണ്. അതിന്റെ അർത്ഥം തന്നെ ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. ഈ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ നിലവിൽ RSS-ഉമായിട്ടുള്ള ഒരു സമീപനത്തെ മുൻകാലങ്ങളിൽ അങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആക്രമണം എന്ന വാക്കിനെ ഉപയോഗിക്കുക, ആ തരത്തിലായിരുന്നു അവരുടെ നിലപാട്. പക്ഷെ ഇപ്പം മയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാവുന്നത്. ഞാൻ ഈ ചോദ്യം ദാവൂദിനോടും ചോദിച്ചിരുന്നു, പക്ഷെ ദാവൂദ് അതിനെ അംഗീകരിച്ചിരുന്നില്ല. അതൊരു ആക്രമണം എന്ന വാക്ക് ഉപയോഗിച്ചതാണ് ദാവൂദിന്റെ പ്രശ്നം, ഞങ്ങൾ അങ്ങനെ ആക്രമിക്കുന്നേ ഇല്ല എന്നാണ്. പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ അല്ലാമായിരുന്നു. ഇപ്പോൾ ഒരു മയപ്പെടുത്തലുണ്ടോ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത്? അല്ല, മയപ്പെടുത്തൽ പുറത്ത് കാണില്ല, ഉള്ളിലുണ്ട്. കാരണം RSS എന്നുള്ളത് റിയാലിറ്റി ആണെന്നും പണ്ടവർ പറഞ്ഞ ഈ ഹൈന്ദവ സമുദായത്തിലെ 10% റെപ്രസെന്റ് ചെയ്ത വിഭാഗമെന്നാണ്. ഇപ്പം BJPയുടെ വോട്ടെടുത്ത ഏതാണ് 40% വോട്ടുണ്ട്. അതിൽ RSS-ന്റെ വോട്ട് നിങ്ങൾ ഒരു 25 കൂട്ടിക്കോ, അതിനെങ്കിലും അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ പല കോൺഗ്രസ്സുകാരും BJPക്കാരും നിങ്ങൾ പിന്നെ പേഴ്സണലി സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഉള്ളിൽ RSS-കാരുണ്ട്. ഇന്ത്യയിലെ ഡോമിനന്റ് ഐഡിയോളജി
ഹിന്ദുത്വമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഹിന്ദുത്വം എന്നുള്ളത് അവരുടെ തന്നെ മാനദണ്ഡം വെച്ച് അളക്കുകയാണെങ്കിൽ നമ്മൾ അവരെ മുൻവിധികളില്ലാതെ മനസ്സിലാക്കണം. അത് മുസ്ലിം വിരുദ്ധമോ ഹിന്ദു വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധമാണെന്ന് തോന്നിയിട്ടില്ല. കാരണം മുസ്ലിം ഈ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം മോഡിയായിട്ട് ഭയങ്കര ബന്ധമാണല്ലോ, ആ സൊസൈറ്റി വലിയ ബന്ധമാണല്ലോ. അവിടെയൊക്കെ ഇവരുടെ ലിങ്ക് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ക്രിസ്ത്യൻ രാജ്യം, പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുണ്ടല്ലോ, അവർക്കാണ് കുറച്ചും കൂടി ഒരു പ്രശ്നമുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള ഈ മതപരിവർത്തനത്തിന് അജണ്ട ഉള്ളത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കല്ല. മുസ്ലിങ്ങൾ ആസസിന് പേടിച്ച് പരിപാടി തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റപ്പെട്ട സംഭവമേ ഉള്ളൂ. ഇവിടെ ക്രിസ്ത്യൻ നോർത്ത് ഈസ്റ്റിലും സൗത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിൽ കർണാടക ഇവിടെ പരിവർത്തനം നടത്തുന്ന ആരാ? ദേ ആർ നോട്ട് കത്തോലിക്കൻസ് ബട്ട് ന്യൂ ചർച്ചസ് ആണ്. അവർക്കൊരു അജണ്ടയുണ്ട്. മതപരിവർത്തനമൊക്കെ കഴിഞ്ഞു. ഇപ്പം അങ്ങനെ പുതിയ കത്തോലിക്കർക്ക് വേണ്ടല്ലോ, വേണ്ട. ഇപ്പം റോമൻ കത്തോലിക്ക സഭ ഞാൻ മനസ്സിലാക്കിയത്തോളം സിറിയൻ കത്തോലിക്ക സഭ 65 തന്നെ കൺവേർഷൻ വേണ്ടാന്ന നിലപാട് എടുത്തില്ല. പിന്നെ വല്ല ചെറുക്കനും കെട്ടിക്കൊണ്ട് വന്നാൽ ആ പെണ്ണിനെ മാമോദിസം. ഇനി അതും അവർക്ക് നിർബന്ധമല്ല. കൊച്ചിന്റെ കൊച്ചിനെ അത് നിർബന്ധമല്ലേ. ഇപ്പൊ കൊച്ചിനെ മുക്കിയാലും മതി. ഇനി കൊച്ചിനെ മുക്കാൻ താല്പര്യം അതും അവർക്ക് പ്രശ്നം. ഇത് ഉള്ളത് ലാറ്റിൻ ക്രിസ്ത്യൻസിന് ഈ പ്രശ്നമൊന്നുമില്ല. ഇതുള്ളത് ന്യൂ ചർച്ചസിനാണ്. അവർ ഇത് ഈ മുസ്ലിംസിനെ പോലെ ഇതൊരു മിഷനായിട്ട് ഏറ്റെടുക്കണം. മറ്റേത് പോപ്പ് പിന്നെ ജോൺ പോളും അപ്പാപ്പ ആ ഒരു മില്ലിനിയം സന്ദേശത്തിൽ വെറുതെ ഒന്ന് തള്ളിവിട്ടതാണ്. അതായത് അടുത്ത 2 സഹസ്രാബ്ദങ്ങൾക്ക്, ഒരു സഹസ്രാബ്ദത്തിനിടയിൽ ഏഷ്യനെ ആഫ്രിക്കനെയും കൂടി ക്രിസ്ത്യനൈസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്നാണ് നമ്മുടെ മിഷൻ എന്ന്. അത് മുമ്പ് തള്ളിവിട്ടതല്ല. കത്തോലിക്ക സഭ അങ്ങനെ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ മറ്റു പലർക്കും ഉണ്ട്. അതിന് അമേരിക്കന് നല്ല ഫണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാം മാത്രമല്ല, ഈ മുസ്ലിംസിന് ഏറ്റവും വലിയ ആ രീതിയാണ് ശത്രുവാരാണ്. ഈ മുസ്ലിം രാജ്യങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നവരാണ് അമേരിക്കയല്ലേ. ഈ അമേരിക്കയാണല്ലോ ഈ ചർച്ചകളെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരേപോലെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ RSSനെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ ഒരു ശത്രുവാരാണ് ഇവരല്ലേ. അപ്പോൾ എന്നിട്ട് അവരെയും കൂടി RSSനെ നിങ്ങൾ എതിർക്കുമ്പോൾ അതിന് ലോജിക്ക് എന്താണ്? 2, കേരളത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇതിന് പ്രശ്നമില്ലാത്തത്? കേരളത്തിൽ ഞങ്ങളൊക്കെ കച്ചവടക്കാരായിട്ടും സൂഫികളുമായിട്ട് വന്നതാണ്. ഉത്തരേന്ത്യയിൽ വന്ന് ഹിന്ദു രാജാക്കന്മാരെ കൊന്ന് അവിടെ തോന്നിയാസം കാണിച്ചു കൂട്ടിയ ആളുകൾ, അത് ആളുകൾ ഓർമ്മയിലുണ്ട്. ആ ഓർമ്മ ബ്രിട്ടീഷുകാർ കത്തിച്ചു. അതിനുശേഷം RSS 25 ഉണ്ടാകുന്ന സമയത്ത് ഈ നിസ്സഹരണ പ്രസ്ഥാനം കഴിഞ്ഞിട്ട്, ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനം കഴിഞ്ഞിട്ട് ഗാന്ധി മുസ്ലിങ്ങളെ ചതിച്ചു എന്ന് മുസ്ലിങ്ങളും ഗാന്ധി ഹിന്ദുക്കളെ ചതിച്ചു എന്ന് ഹിന്ദുക്കളും പറഞ്ഞുകൊണ്ട് പരസ്പരം ഒരു വെറുപ്പിന് അന്തരീക്ഷം ഉണ്ടാകുകയും വർഗീയ കലാപം ഉണ്ടായി വരുന്ന സാഹചര്യത്തിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഓർഗനൈസേഷൻ ഉണ്ടാവില്ലേ? പിന്നെ അവരെപ്പോഴും ആ നിലപാടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇല്ല, അവർ പരസ്യമായി മാറ്റിയല്ലോ. 80s മാറ്റിയല്ലോ, 90s മാറ്റി. ഇപ്പോൾ അവർ പരസ്യമായിട്ട് പറഞ്ഞു. പിന്നെന്താ നമുക്ക് വിശ്വാസത്തിലെടുത്താൽ? ഇനി മോഡി വന്ന മുസ്ലിങ്ങളെ എല്ലാം ചുട്ടുകൊല്ലു എന്നല്ലേ പറഞ്ഞത്. ഇത് ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ശരി, നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റിയാലിറ്റി. ഞാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായ മോഡിനെ എതിർത്ത ആൾ ഞാനാണല്ലോ. RSSനെ എതിർത്ത ആൾ ഞാനാണ്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റുകൾ എടുത്തു. ഞാൻ എന്തുകൊണ്ട് മാറി? മോഡിയുടെ 5 വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ ആണ് നമ്മളത് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ RSS സ്വയം നീക്കുപോക്കിന് ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല നിലനിൽപ്പ് പ്രശ്നത്തിലാവുന്ന അവർക്കറിയാം. പക്ഷേ അവരുടെ ആ വിഷമുണ്ടല്ലോ, ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം, അതിന് തീവ്രത കൂടി വരികയാണ്. കാന്താര സിനിമയെ പറ്റി അവരുടെ ചാനലിൽ എന്താ വന്നത്? കാന്താര സിനിമേൻ്റെ ഒരു തീം വെച്ചാൽ ഉത്തരമലബാറിലുള്ള ആളാണ് ഞാൻ. എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം സൗത്തിലുള്ളവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊന്നും ഹിന്ദുത്വം എന്ന് തോന്നിയിട്ടില്ല. അത് ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഹിന്ദുത്വമായി തോന്നുകയാണ്. ഒരു മുസ്ലിം നിസ്കരിക്കുന്നത് കാണിക്കുമ്പോൾ അതെന്താ പൊളിറ്റിക്കൽ ഇസ്ലാമാണോ? അങ്ങനെയാണ് മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൂടെ? അവർക്ക് അവരുടേതായ ടേംസ് പറഞ്ഞുകൂടെ? അപ്പോൾ അവർ പറഞ്ഞാൽ അത് മോശം, നിങ്ങൾ പറഞ്ഞാൽ നല്ലത്. അതെങ്ങനെ ശരിയാവുക? പിന്നെ ഹിന്ദുവിനെ കാണിക്കുമ്പോൾ പർദ്ദട്ട് കാണിക്കാൻ പറ്റുമോ? സാരി എടുത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുവിൻ്റെ ആചാരം കാണിക്കുമ്പോൾ കോമരല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഹിന്ദുവിൻ്റെ ആചാരം കാണിക്കുമ്പോൾ അവിടെ നമ്മളെ കുത്തുകാർത്തീവ് കാണിക്കാൻ പറ്റുമോ? എന്ത് ലോജിക്കാണ് നിങ്ങൾ പറയുന്നത്? ഇതല്ലേ പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഈ രാജ്യം ശക്തിപ്പെടണം. നമ്മുടെ സാംസ്കാരികമായ ഐഡൻറ്റിറ്റി മേലെ ഒരു വെസ്റ്റേൺ ഐഡൻറ്റിറ്റി വന്ന് ആധിപത്യം സ്ഥാപിക്കരുത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ RSS എന്നല്ല അർത്ഥം. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതവും അല്ല അർത്ഥം. അത് സാംസ്കാരികമായ ഐഡൻറ്റിറ്റിയാണ്. എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, നമ്മളെ കളറിലുണ്ട്, എല്ലാം ഉണ്ട്. അതിനെ അംഗീകരിക്കാതെ നമ്മളെ ഒരു വെസ്റ്റേഷൻ ഇല്ലാത്ത ഒരു വെസ്റ്റേഷ്യ പരസ്പര ഐഡൻറ്റിറ്റി ഉണ്ടോ? ജോർദാനും സൗദി അറേബ്യയും പിന്നെ ഇറാനും
ഇറാൻ പിന്നെ ആ കൂട്ടത്തിൽ അറബി രാജ്യമല്ലേ, ഇവന്മാർ പരസ്പരം അടിയല്ലേ, ഹൂതികൾ യമൻ പരസ്പരം അടിയല്ലേ. അവന്മാർക്കില്ലാത്ത ഐഡന്റിറ്റി നമ്മളെ കൂട്ടിക്കെട്ടുന്നത് എന്താണ്? നമ്മൾ മുസ്ലിംസാണ്, ആ മുസ്ലിമായിട്ട് ഇവിടെ നിൽക്കും, അത് നമ്മളെ വിശ്വാസമാണ്. സാംസ്കാരികമായിട്ട് നമ്മൾ ഹിന്ദുക്കളാണ്. അതാണ് അത്. അപ്പോൾ ക്രിസ്ത്യൻസിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഏത് ക്രിസ്ത്യൻസിന്? കത്തോലിക്കർക്ക് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. വേറെ ചിലർക്ക് ബുദ്ധിമുട്ട്. അവരുടെ ഇവിടെ മാനസികാവസ്ഥ ഒന്ന് തന്നെയാണ്. ആ മാനസികാവസ്ഥ പിന്നീട് ചേതോപകരണം. ഈ ന്യൂ ചർച്ചസിന്റെ പിന്നെ ചേതോപകരണം നമുക്കറിയാം എന്താണ്, ഇവരുടെ പിന്നിലെ ചേതോപകാരം എന്താന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ മീഡിയ വൺ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ ദാവൂദ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ അങ്ങനെ മീഡിയ വൺ ആവുന്നതെന്നാണ് തിരിച്ചെന്നോട് ചോദ്യം ചോദിച്ചത്. അതിന് അദ്ദേഹം നിരത്തുന്ന വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ചാനലാണ്, അതിന്റെ ബോർഡിൽ ഇത്രയും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പോലും ഇല്ല എന്നുള്ള വാദമാണ് അദ്ദേഹം പറയുന്നത് ഡയറക്ടർ ബോർഡിൽ. അപ്പം ഞാൻ അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ തന്നെ അല്ല എന്നാ പറയുന്നത്. നമ്മളൊരു സൂഫി കവിതയുണ്ട്, ഒരു കാമുകി കാമുമാര്, അത് നിക്കാതെ കഴിഞ്ഞിട്ടില്ല, പയ്യന്മാരല്ലേ, പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ആ പയ്യനങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ പെങ്കൊച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം പറയുന്ന ആരും ഇല്ല ഇവിടെ, ആരും കാണില്ല. അപ്പോൾ ആ പെങ്കൊച്ച് പറയുന്നു അള്ളാഹിൻ്റെ കണ്ണ് നമുക്ക് കെട്ടാൻ പറ്റും. അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കിങ്ങനെ ടെക്നിക്കലായിട്ട് പറയാം, അതായത് SFI CPM-ന്റെ പോഷക സംഘടന അതൊരു സ്വതന്ത്ര സംഘടനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ലെന്ന്. പക്ഷെ നിങ്ങളുടെ പത്രവും നിങ്ങളുടെ TV-യും നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളും വഴി പുറത്ത് വരുന്ന ന്യൂസിൻ്റെ സ്വഭാവം എന്താ? ന്യൂസ് പോട്ടെ, നിങ്ങളുടെ വിശകലനങ്ങളുടെ നിങ്ങളുടെ നിലപാടുകളുടെ സ്വഭാവം എന്താണ്? അത് മൗദൂദിസമാണ്. മൗദൂദി ആത്യന്തികമായി എന്താണ്? ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമികവൽക്കരിക്കുക. അതാണ് ഇന്ത്യയുടെ മോചന ഇസ്ലാം. എങ്കിൽ മാത്രമേ നമ്മൾ മോചിപ്പിക്കപ്പെടുള്ളൂ. മൗദൂദി കൃത്യമായി മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദമാണ്. ഇപ്പൊ നിങ്ങളെ അവരുടെ മറ്റേ പരിപാടിക്ക് വിളിക്കും. ഞങ്ങളൊക്കെ നോമ്പ് തുറക്കുന്നുണ്ട്, നോമ്പ് തുറക്ക് നിങ്ങൾ പോയിക്കോ, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് പോകല്ലേ. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താ? ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ വെച്ചാൽ ഇപ്പൊ സാഹചര്യം എതിരാണ് നമ്മൾ ഓപ്പണായി പറയില്ല. നമ്മുടെ കൂടെ കൂടും, കമലാ സുരയ്യ ആവും, പിടികിട്ടിയല്ലോ. അതാണ് ഉള്ളിലിരിപ്പ്. പിന്നെ ഈ നമുക്ക് ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിലും അല്ലെ, നമുക്കെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങനെ പ്രശ്നക്കാരെ എനിക്ക് തോന്നിയിട്ടില്ല. മുസ്ലിങ്ങൾ പൊതുവെ കച്ചവടക്കാരായതുകൊണ്ട് പരമാവധി ആളുകളെ ഉൾക്കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ്, അറബികൾ എസ്പെഷ്യലി. പിന്നെ ഈ തുർക്കികൾ വന്നപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു കൂട്ടക്കൊല ആ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അറബികൾ പൊതുവെ ആളുകൾ ഉൾക്കൊണ്ടു പോകുന്നൊരു സ്വഭാവമാണ് അറബികൾ. ഇപ്പം തന്നെ സൗദി അറേബ്യയിലെ കിങ്ങും മോഡിയായിട്ട് നല്ല ബന്ധമാണ്. നമുക്ക് പ്രശ്നം എർഡോഗണായിട്ടാണ്. അപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ മതഗ്രന്ഥത്തിൽ പലതും വന്നിട്ടുണ്ടോ? അതിപ്പം സഭാഷൻ പുന്നക്കൽ ചർച്ച ചെയ്യുമ്പോൾ എടുത്ത് ചർച്ച ചെയ്ത വലിയ പ്രശ്നമാവും. അത് ആ കോണ്ടക്സ്റ്റ് പറഞ്ഞത് അറബികളെ സംസ്കാര ചിത്തരാക്കണമെങ്കിൽ നമ്മൾ നാരായണഗുരു ചെയ്ത പോലെ ഉപദേശം കൊണ്ടുവന്ന് നടക്കുകയല്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഈഴവ ശിവനെ ഈഴവ ശിവൻ അദ്ദേഹം പറഞ്ഞില്ല, നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു, അതുകൊണ്ട് നടക്കുകയല്ല. അവർക്ക് ചില ഈ കടമനായ അറബികൾക്ക് അവരുടെ ചില വീക്ക് പോയിന്റുകളുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ വിശ്വാസം പടച്ചോണക്കി കൊടുത്തതെന്നുള്ളതാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുമ്പോൾ അത് പ്രവാചകൻ്റെ ഉൾവിളികളാണ്, തോന്നലുകളാണ്. അപ്പോൾ അതിൽ ഇപ്പം ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഇഷ്ടംപോലെ പെണ്ണ് കിട്ടാന്നുള്ളതല്ലേ. ഖുർആൻ എന്താ വന്നിരിക്കുന്നത്? രണ്ട് സ്ത്രീകൾക്കിടയിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള തുല്യത ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപോലെ നോക്കണം. ഒരുപോലെ നോക്കണം. അത് ശാരീരിക മാനസികമായ തുല്യതയാണ് അതിൻ്റെ. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും കൂടി വിവാഹം കഴിക്കരുത്. ലോകത്ത് ഏതെങ്കിലും പുരുഷന് രണ്ട് സ്ത്രീകൾക്കിടയിൽ ഈ തുല്യത ഉറപ്പുവരുത്താൻ പറ്റും. അങ്ങനെ കെട്ടരുതെന്നാണ്. പക്ഷെ കെട്ടരുതെന്ന് പറഞ്ഞാൽ അറബികൾ എന്ത് ചെയ്യും? പിന്നെ മൂപ്പര മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ സയന്റിഫിക് ആയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഈ ഹൂറികളെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അറബികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതം നയിച്ചിരുന്നത്. ഞങ്ങൾ തന്നെ അതിനെ പറഞ്ഞ ജാഹിലിയ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തെ. പക്ഷെ ആ ജാഹിലിയ കാലത്ത് ഗുണങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ കുറച്ച് എംപവേർഡ് ആയിരുന്നു, അതൊക്കെ ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഭാര്യ, ഏറ്റവും ഇളയ ഭാര്യ ആയിഷ, അവർ യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിനോട് പങ്കെടുത്തിട്ടുണ്ട്. ഖദീജ അദ്ദേഹത്തിന് ആദ്യ ഭാര്യ, അവർ നല്ലൊരു ബിസിനസ് വുമണായിരുന്നു. നമ്മൾ ബീന കണ്ണ എന്നൊക്കെ പറയുന്ന പോലെ ലേഡി ആയിരുന്നു അവിടുത്തെ. മദ്രസകൾ പണ്ട് നമ്മളെ സുന്നി മദ്രസകൾ ഭയങ്കര റഫായിരുന്നു. പലപ്പോഴും മുസ്ലിംമാരൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ തോറ്റ് പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഇവൻ മുസ്ലിംകാരായിട്ട് വരും. എൻ്റെ കൂടെ പഠിച്ചിട്ട് എൻ്റെ ജൂനിയറായി പഠിച്ച് 5ാം ക്ലാസ് തോറ്റെടുത്ത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മുസ്ലിംകാരാണ്. ഇവനൊന്നും അറബി എന്താണെന്ന് അറിയില്ല, എന്താ പറയുന്നത് അറിയില്ല. അപ്പം ഏതെങ്കിലും ദിവസം പോയിട്ട് കുറച്ച് ഖുർആനിലെ ചില വേഴ്സസ് കാണാതെ പഠിക്കും. അത് പിള്ളേരെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുക. അതിന് അർത്ഥം ചോദിച്ചാൽ പോലും ഇവൻ അറിയില്ല. ഇല്ലെങ്കിൽ അടി. ഇതായിരുന്നു രീതി. അപ്പോൾ ഈ രീതിയിൽ ഞാനും മദ്രസയിൽ ഞാൻ എന്നെ ചോദ്യം ചോദിക്കും. കാരണം എൻ്റെ വീട്ടുകാർ അങ്ങനെ സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് രാഷ്ട്രീയത്തിലുള്ളവരാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ചോദിക്കാനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നെ പിടിച്ചടിച്ചു. എൻ്റെ വാപ്പ കോൺഗ്രസിൻ്റെ നേതാവും ഉച്ചയാപ്പോൾ വാപ്പൻ അനിയൻ അവിടുത്തെ CPM നേതാവ് പുറത്ത് തന്നെ. ഇവർ പോയി ചോദിച്ചാൽ ഇവരോട് ചൂടായി. ഇവരോട് ഇപ്പോൾ ഇവർ കൈകാര്യം ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളൂ.
പിന്നെ ബാക്കി എന്നെ വീട്ടിലിരുന്നിട്ട് ഇവരെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന് മലയാളം വെച്ചുകൊണ്ട് അവയും കൂടി വെച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ആ രീതിയിൽ കാണാൻ പറ്റുന്നത്. നമ്മളെ മതം മാത്രമാണ് ശരിയെന്ന് എനിക്ക് തോന്നാത്ത അതുകൊണ്ടാണ്. കാരണം മറ്റു മതങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന് അവർ ചെയ്യുന്നുണ്ട്, നമ്മളെ ആളുകൾ തന്നെ ചെയ്യുന്നത്. രണ്ട്, സവാഷൻ മുന്നേഖന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഹൂറികളുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, അത് പറഞ്ഞപ്പോൾ പറഞ്ഞത് അന്നത്തെ കോണ്ടക്സ്റ്റ് അറബികൾക്ക് ഒരു കാടന്മാരാണ്. നമ്മൾ നാരായണ ഗുരു ഇവിടെ കണ്ട ഏഴവരെ പോലെ അല്ല, അവരൊക്കെ ഒരു സംസ്കൃതത്തിലായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒറ്റ ഇവരൊക്കെ ഇത് കൺട്രോൾ ചെയ്യിപ്പിക്കണം. എന്താ വഴി? നിങ്ങൾ തൽക്കാലം കുറച്ചൊന്ന് പിടിച്ച് ജീവിക്കുക. അങ്ങനെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇതെല്ലാം മദ്യം ആവശ്യത്തിൽ കൂടുതൽ കിട്ടും. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളെ അത് കൃത്യമായി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതെന്തുകൊണ്ടാണ്? എങ്കിലല്ലേ ലേവന്മാരിവിടെ മര്യാദയ്ക്ക് ജീവിക്കുള്ളൂ. അല്ല അവരോട് പോയി നാരായണഗുരു ചെയ്ത പോലെ അള്ളാഹിനെ മാത്രം നമിച്ചുകൊണ്ടിരിക്കാൻ അവന്മാർ പോയി പണിയൊക്കാൻ പറയും. ഇത് ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പഠിക്കണം. ഇപ്പോൾ ഇവിടുത്തെ പല മുസ്ലിം വിമർശകരുടെ വലിയൊരു പ്രശ്നം എന്താ പറയുക, അവരെ സംബന്ധിച്ച് അവർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പഠിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നു? എന്താണ് അറബ് സൊസൈറ്റി? ശരിക്കും മുഹമ്മദ് നബി എന്താണ് അവിടെയുള്ള അതേവരെയുള്ള അറബികളുടെ മതത്തെ നാരായണ ഗുരു എങ്ങനെയാണ് അവിടെ മാടനെ മർദ്ദനെയൊക്കെ മാറ്റി പിന്നെ നമ്മുടെ ശിവനെ അദ്ദേഹം പറയുന്ന ശിവനെ പ്രതിഷ്ഠിക്കാം, അതേപോലെയുള്ള ബാക്കിയുള്ളതിനെ മാറ്റി അള്ളാഹിനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, മന്നത്തിനെയൊക്കെ മാറ്റിയിട്ട് ആ രീതിയിലുള്ള റിഫോമാണ് കൊണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യം ഡിമാൻഡ് ചെയ്ത് നാരായണ ഗുരുവിനെ പോലെ സാത്വികമായിട്ടുള്ള നിലപാടല്ല. രണ്ട് പവർ വേണം അവിടെ. ഇവിടെയാണ് എപ്പോഴും മതവും രാഷ്ട്രീയം. ഋഷിമാരായിട്ടും രാജാക്കന്മാരായിരുന്നത് അപൂർവം ചില രാജർഷിമാരുണ്ടെങ്കിൽ പോലും അവിടെ അതല്ല, ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരം സമീപനങ്ങൾ എടുത്തത്. അപ്പം നിങ്ങൾ ഇസ്ലാം നന്നാവണം, നിങ്ങൾ സത്യസന്ധമായിട്ടാണ്, മുസ്ലിം ക്രിട്ടിക്സ് ആണ് മുസ്ലിംസ് ആണെങ്കിലും ഇസ്ലാമിനെ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിലയിരുത്തണം. അല്ലെങ്കിൽ ഹൂറികളെ കാര്യം വന്നിങ്ങനെ കളിയാക്കി നിങ്ങളെ മനസ്സിൽ ഈ ബോധമുള്ളതുകൊണ്ട് നിങ്ങൾ അത് മാത്രമേ ഖുർആനിൽ കണ്ടുള്ളൂ. നിങ്ങൾക്ക് എനിക്ക് എൻ്റെ മതം എന്ന് ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതുവരെ ലോകത്ത് കീഴടക്കിയ മതശക്തികൾ മറ്റുള്ളവരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിൽക്കാൻ ചെറിയ നികുതി കൊടുക്കാം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതിന് പകരം ജസിയ എന്നുള്ള നികുതി കൊടുക്കണം. അതല്ലെങ്കിൽ മരണം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തൊരു മതമാണ് ഈ മതം. അന്നത്തെ കോണ്ടക്ഷൻ അത് വളരെ പ്രോഗ്രസീവാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്ന ആധുനിക മതം, ഏറ്റവും ആധുനിക മതം. പക്ഷേ അതിനുശേഷം 1500 വർഷം, 1200-1300 വർഷം കഴിഞ്ഞു. അതിനുശേഷം ക്രിസ്ത്യാനികൾ റിവൈവ് ചെയ്തു, ഹിന്ദു മതം വലിയ പരിവർത്തനത്തിന് വിധേയമായി. നിങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോഴും ഏറ്റവും ആധുനിക മതമാണ്. അത് ഈ വില്ലീസിൻ്റെ ജീപ്പാണ് ഏറ്റവും പോസ്റ്റ് മോഡേൺ, പിന്നെ എന്താണ് SUV എന്ന് പറയുന്ന പോലെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അന്നത് വളരെ പ്രോഗ്രസീവായിരുന്നു. അപ്പം നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അനുകൂലിക്കുകയാണ്, അന്നത്തെ കോണ്ടെക്സ്റ്റ് കാണണം. ക്രിട്ടിസൈസ് ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ കോണ്ടെക്സ്റ്റ്, അന്നത്തെ കോണ്ടെക്സ്റ്റ് കാണാതെ ഇതിനെ മൊത്തം എടുത്തിട്ട് അവകാശിക്കുന്നതാണ്. അത് അവരുടെ മാനസിക വൈകല്യമാണ്. അങ്ങനെയാണ് മറ്റു പല പദങ്ങളെ പറ്റി നമുക്ക് നല്ല രീതിയിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രശ്നമാണ്. ഇന്ത്യൻ ഞാൻ പറയുന്നില്ല, നമ്മളതിന്റെ ഭാഗമാണ്. വേറെ കോണ്ടെക്സ്റ്റിലാണ്, നമ്മുടെ ഭാഗമാണ്. നമ്മൾ ഇവന്മാരെ പോലെ തെറ്റാണ് അല്ല കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ചെയ്യുന്നവരും അല്ല. ബൈബിളിൽ എന്താണ് അന്നത്തെ ഇവരൊക്കെ ബേസിക്കലി അറബികളും ഈ പറഞ്ഞ സെൻട്രൽ വെസ്റ്റ് ഏഷ്യയിലുള്ള ആളുകളാണല്ലോ. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാരണമായ എബ്രഹാം, ഞങ്ങളുടെ പൊതുപൂർവികൻ, ജൂത ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുടെ പൊതുപൂർവികൻ, അദ്ദേഹം ഈ മെസപ്പൊട്ടാമിയയിലെ ഇന്നത്തെ ഇറാഖിലെ ഉരവ് എന്നുള്ള നഗരത്തിൽ നിന്ന് പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ പഴയ ദൈവവിശ്വാസങ്ങളും അവിടുത്തെ ഇതിഹാസങ്ങളിലെ പിന്നെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പിന്നെ ഉൽപ്പത്തി പുസ്തകം ഉൾപ്പെടെ ബൈബിൾ ഉണ്ടായി വരുന്നത്. അപ്പം അത് ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണുന്നത്. അത് മോശമാണ്. അപ്പം ഈ ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രമാണ് ഞാൻ ഈ മതഗ്രന്ഥങ്ങൾ വായിച്ചതിൽ യാതൊരു പ്രശ്നമില്ലാത്ത, അതിൽ സ്നേഹവും സമാധാനം മാത്രമേ പറയുന്നത്. രാജപ്പാൽ ഒരു കുറ്റം ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളോട് തല താഴ്ത്തിയിരിക്കണം, സ്ത്രീകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും, പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കൊറിന്ത്യർക്ക് എഴുതിയ കത്തിൽ എനിക്ക് സെന്റ് പോൾ പറയുന്നുണ്ടെന്ന്. അത് മാത്രമേ ഞാൻ അതിലൊരു പ്രശ്നം കണ്ടിട്ടുള്ളൂ. സ്നേഹവും സമാധാനം. പക്ഷേ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ മാത്രം വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകത്ത് എത്ര ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് കുരിശുയുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഓർത്തഡോക്സും യാക്കോബായും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അതിൽ ഈ പറഞ്ഞൊരു സാധനമില്ല. ആ സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു സാധനം ന്യൂ ടെസ്റ്റ്മെൻറ്റിലില്ല. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുണ്ട്, വേറെ പലതിലും ഉണ്ട്. ഖുർആൻ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഖുർആന് മാത്രമേ പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ ഖുർആനെ വിമർശിക്കുമ്പോൾ, ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് പഠിക്കണം. പിന്നെ ഈ നിങ്ങൾ ഒരു കൈ അങ്ങോട്ട് നീട്ടുമ്പോൾ, ഒരു പേരിൽ അങ്ങോട്ട് നീട്ടുമ്പോൾ നാലെണ്ണം ഇങ്ങോട്ടാണ് നീണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഈ കോൺഗ്രസിന് ജമാഅത്ത് ഇസ്ലാമി ഒരു ബാധ്യതയാവുമോ വരുന്ന തെരഞ്ഞെടുപ്പ്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു, ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇതൊരു ഭാരമാവും? പോസിബിൾ ആവും. എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ടല്ലോ, മൂക്കിലെ രാജ്യത്ത് മുർമൂക്കൻ രാജാവാകുന്നത്. കോൺഗ്രസ് ഇപ്പം കാര്യമായിട്ട് ഐഡിയോളജി ഇന്റലക്ച്വൽസോ ഒന്നുമില്ല. അവരുടെ ഒരേ ഐഡിയോളജി ഇപ്പം BJP വിരുദ്ധതയാണ്.
മുമ്പാണെങ്കിൽ കോൺഗ്രസ് വിരുദ്ധതായിരുന്നു. ആ കോൺഗ്രസ് വിരുദ്ധതായപ്പം ഈ ജമാഅത്ത് ഇസ്ലാമി എല്ലാം അപ്പോൾ നിന്നോണ്ട് കോൺഗ്രസിനെതിരായിരുന്നു. ഇവർ ഈ ജമാഅത്ത് ഇസ്ലാമിയും BJP വിമർശിച്ചതിനെക്കാട്ടും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസിനെയാണ്. അത് കോൺഗ്രസിൻ്റെ അണ്ടറിൽ BJP ആണ് ഭരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങൾ, മുസ്ലിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് അഭയം തേടി കോൺഗ്രസിൻ്റെ അടുത്ത് പോയി. അവരെന്താ വിചാരിച്ചത്? ഈ സോഷ്യലിസ്റ്റുകാർ ഭരിച്ചല്ലോ, അവിടെ മുസ്ലിങ്ങളുടെ സ്ഥിതി രക്ഷപ്പെട്ടോ? അവിടെ OBC ഹിന്ദുസിൻ്റെ സ്ഥിതി ഭേദപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താ? ചില ഗുണ്ടകളെ വളർത്തി. ആ ഗുണ്ടകളാണ് ഇപ്പം യോഗി ആദിത്യനാഥ് വെടിവെച്ച് കൊല്ലുന്നത്. ഈ ഗുണ്ടകളെ കൊണ്ട് മുസ്ലിംസിന് എന്താ കാര്യം? മുസ്ലിംസിനിടെ ഗുണ്ടകളുണ്ടെങ്കിലും കള്ളക്കടത്താനുണ്ടെങ്കിലും അവരെ ഒറ്റപ്പെടുത്തി ഈ സമുദായത്തിന്റെ ബാധ്യതയാണ്. അതല്ല ഞമ്മന്റെ ഗുണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഗുണ്ടേനെ വെടിവെച്ച് കൊല്ലുമ്പോൾ അത് എന്താണ് മനുഷ്യാവകാശ ലംഘനം. ഈ വേറൊരു ഹിന്ദു ഗുണ്ടേനെ വെടിവെച്ച് കൊന്നാൽ അതല്ല എന്ന് പറയുന്നൊരു മനസ്സിലുണ്ടല്ലോ. അത് ഒരു പ്രശ്നം. അപ്പം അതായത് UDF-ന് ഇപ്പൊ കോൺഗ്രസിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വരുന്നതേ ഗുണമാണോ ഒരു ദോഷമാണോ ചെയ്യുന്നത്? അപ്പൊ BJP-ക്കെതിരെയുള്ള ഒരു ഐഡിയോളജി ആണല്ലോ ഇപ്പം ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം കിടക്കുന്നത് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഉപദേശകരായിട്ട് ആദ്യം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കോൺഗ്രസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ JNU, ഡൽഹി യൂണിവേഴ്സിറ്റി എല്ലാം ഇടതുപക്ഷക്കാരായിട്ടുള്ള ഹിസ്റ്റോറിയൻസും പ്രഭാത് പട്നായിക്ക്, സുമിത് സർക്കാർ, പിന്നെ അതുപോലെ തന്നെ ഉത്സാ പട്നായിക്ക്, ഇങ്ങനെയുള്ള ഇടതുപക്ഷക്കാരായ ചിന്തകരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മൊത്തം നയിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ സ്ഥാനത്തേക്ക് ഈ പഴയ ഡോയൻസ്, ഇടതുപക്ഷ ഡോയൻസ് ഒക്കെ മരിച്ചുപോയി. ഇടതുപക്ഷ ഡോയൻസിന്റെ മക്കൾ പലതും പോസ്റ്റ് മോഡേണിസ്റ്റുകളായി ആ ഘട്ടത്തിലൂടെ വന്ന്. ഈ പണ്ടത്തെ പേരുകളല്ലാണ്ട് പുതിയ നിങ്ങൾ കാര്യ പേരൊന്നും കേൾക്കാനില്ല. ഈ സ്ഥാനത്തേക്ക് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ കയറുന്നു. അവർ പറയുന്നത് അവരുടെ അജണ്ട അവർ നടപ്പിലാക്കുകയാണ്. അപ്പം കോൺഗ്രസിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, ലീഗിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതൊക്കെ അവരാണ്. അവരുടെ ബുദ്ധിയുടെ ഷാർപ്നെസ് എന്ന BJP വിരുദ്ധതയാണ്. പക്ഷെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് 80% വരുന്ന ഹിന്ദുക്കളെയാണ്. അതാണ് പ്രശ്നം. അവസാനം ഇങ്ങനെ വന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പാർട്ടിയായി മാറിപ്പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. ഈ ഒരു തിരിച്ചറിവാണ് CPM ഇപ്പം ഉണ്ടായിട്ടുള്ളത്. അവരുടെ എന്തായിരുന്നോ EMSന്റെ കാലത്തൊക്കെ എന്തായിരുന്നോ അതിലേക്ക് അവർ പോയി. ഈക്വൽ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് രണ്ട് കൂട്ടരോട് അവർ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, എതിർക്കുന്നതിന്റെ ശക്തമായി എതിർക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ശിവൻകുട്ടിയാണ്. അല്ല, അതിലിപ്പോ കോൺഗ്രസിന് അവിടെ ലീഗ് ഉണ്ട് ഓൾറെഡി. ലീഗ് ഒരു മുസ്ലിം വേർഷൻ ആണ് വേണ്ടതെങ്കിൽ ലീഗ് നേരത്തെ ഉണ്ട് കോൺഗ്രസിനൊപ്പം. അവിടുന്ന് പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയെ കൂട്ടുപിടിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. മാത്രമല്ല ലീഗും ജമാഅത്ത് ഇസ്ലാമിയും മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു ഇക്വേഷനേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇവർക്കൊന്നും ബുദ്ധിജീവികളില്ലാന്ന്. പണ്ടൊക്കെ ലീഗിന് CM വടകര, MC വടകര എന്ന് ബുദ്ധിജീവികളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും ഇപ്പം ബുദ്ധി, എല്ലാം ബിസിനസ്സുകാരാണ്. അപ്പൊ ഇവർക്ക് ഈ ആപ്പാട് ബുദ്ധി ഉള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പെട്ടെന്ന് പറയുന്ന സമുദായത്തിന്റെ പൊതു കാര്യമാണ് സെക്യുലറിസത്തിന്. ജമാഅത്ത് ഇസ്ലാമിക്കാൻ എന്തോന്നും സെക്യുലറിസം. ഇപ്പം BJP-ക്കാരെ ഇന്ത്യ ഭരണഘടനയും പേടിച്ചുകൊണ്ട് ഇവിടെ ഈ പറയുന്നതിന്റെ മാതിരി സോഷ്യൽ ഡെമോക്രസി അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ബേസിക്കലി എന്താ, ഞമ്മന്റെ ആളുകൾ മതരാഷ്ട്രമല്ലേ? പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിങ്ങളെ ക്രൂരമായി കൊല്ലുന്ന ആരാ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ക്രൂരമായി കൊല്ലുന്ന ആരാ? പാകിസ്ഥാനിൽ ഷിയ മുസ്ലിങ്ങളെ പിന്നെ പള്ളികൾ ബോംബ് വെക്കുന്ന ആരാ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർ സെക്യുലറിസം പറയും. അപ്പം അവർ സെക്യുലറിസം പറയുമ്പോൾ അങ്ങനെ ആ രീതിയിൽ പോകുമ്പോൾ അവർ പറയുന്നതായിട്ട് 5ാം അന്തസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ അതിന് കോൺഗ്രസ് വാങ്ങിക്കൊടുക്കുമ്പോൾ ഹിന്ദുക്കളുടെ കൈ എന്താ മാങ്ങ വയ്ക്കാൻ പോകും, അവർക്കും വോട്ട് ചെയ്തൂല്ലേ? ക്രിസ്ത്യാനികളുടെ കൈ എന്താ തേങ്ങ വയ്ക്കാൻ പോകും, അവർക്ക് വോട്ട് ചെയ്യാൻ അറിയില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കൃത്യമായി ഇപ്പോൾ ഈ സമയത്ത് വേണം ഇവരെയൊക്കെ നിലക്ക് നിർത്താൻ. ഇപ്പം കുഞ്ഞു നിന്ന് കൊടുത്താൽ ഒരു നമ്മളെ ശക്തി കൊണ്ടാണ് ജയിച്ചത്. അല്ല, മുൻ ഭരണത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ലീഗ് പലപ്പോഴും ലീഗിന് വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാവുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ലീഗിന്റെ ആവശ്യത്തെക്കാട്ടും കൂടുതൽ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ള അബ്ദുള്ള ആരാ? അയാൾക്ക് ലീഗിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പം അതിലില്ലെങ്കിൽ പോലും ആൺകുട്ടികളാണ് 5ാം അന്തസ്ഥാനം മേടിച്ചുണ്ട് എന്നാണ് മൂപ്പര് റിപ്പോർട്ടർ ചാനൽ അന്നിരുന്ന് പറഞ്ഞത്. അതല്ല 5ാം അന്തസ്ഥാനം മേടിച്ചത് അവരല്ലേ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. നരേന്ദ്ര കമ്മീഷൻ നമ്മൾ പിന്നിലാണ് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഒന്ന് നടത്ത് കേരളത്തിൽ നരേന്ദ്ര കമ്മീഷനെ പറ്റി പ്രത്യേക റിക്രൂട്ട്മെന്റ് വിവരമായി നിങ്ങൾ. അതാണ് അവരാവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വെച്ച് കൂടുതൽ കൂടി BJP-നെ വളർത്താനുള്ള സത്യത്തിൽ അജണ്ടയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് വേണ്ടേ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അത്ര മുസ്ലിം പിന്നെ പക്ഷത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ സാധാരണ ഹിന്ദുക്കൾ എങ്ങനെ ചിന്തിക്കും? ക്രിസ്ത്യാനികൾ എങ്ങനെ ചിന്തിക്കും? ഈ കോൺഗ്രസിൻ്റെ ബേസ് എന്താണ്? ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടും അല്ലേ? മുസ്ലിം വോട്ട് നിർണായക ഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ കൈവിട്ട് മൊത്തം അങ്ങോട്ട് പോയതാണ്. അതോടുകൂടിയാണ് ഉത്തരേന്ത്യ കോൺഗ്രസിന് ശക്തമായി തിരിച്ചടി വന്നത്. ഇപ്പോഴത്തെ ഈ മുസ്ലിമിനെ പീഡിപ്പിക്കാൻ നോക്കിയപ്പോൾ ഹിന്ദു ധ്രുവീകരണമായി.
അത് അല്ല, എനിക്ക് മനസ്സിലാവാത്തത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. നമുക്ക് മൊത്തം കേരളത്തിലെ വോട്ട് ശതമാനം എടുത്താൽ പോലും നമുക്ക് എവിടെയും വരെ വോട്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ മാത്രമുള്ള ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരു വിഭാഗമാണ്. അവർക്ക് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ സാധനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? നമ്മൾ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊന്നും ചർച്ചയാവാത്ത തരത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചാ വിഷയം തന്നെ ആവുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റമായിരുന്നോ, അതോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണോ അവരുടെ? അല്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ പ്ലാൻഡ് ആയിരുന്നു. അവർ അന്തരീക്ഷം നോക്കിയിരിക്കുകയായിരുന്നു. കോൺഗ്രസ് ഉള്ള സമയത്ത് അവർ RSSകാരെ കൂടി കോൺഗ്രസിനെ വിമർശിച്ചു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ. പിന്നെ ഒരേ സമയം RSS വന്നു കോൺഗ്രസിനെ വിമർശിച്ചു. ഇപ്പം അവരെന്ത് ചെയ്തുകൊണ്ട് നേരെ RSSനെ വിമർശിക്കുന്നു. അപ്പം അവർ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം മോഡി വന്നതോടുകൂടി അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മോഡീനെ പറ്റി ഗുജറാത്തിൻ്റെ ബാഗിനോട് പേടി മുസ്ലിങ്ങൾക്കുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ പറ്റി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ പായസം വെക്കാറുണ്ടോ? പായസം വെക്കാറുണ്ട്. ഏത് പായസം ഇഷ്ടം? എല്ലാ പായസം ഇഷ്ടം. സയനൈഡ് ഉണ്ടോ വീട്ടിൽ? സയനൈഡ് ഉണ്ടോ? സയനൈഡ് ഇല്ല. ഞാൻ അതിനെ വീട്ടിൽ സയനൈഡ് സൂക്ഷിക്കുന്നത്. അല്ല, നിങ്ങൾ ചില മുതലേ ഗോൾഡ് സ്മിത്തുകൾക്ക് സയനൈഡ് കിട്ടും. നിങ്ങൾ നല്ല പായസം ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുക. നമ്മൾ ഒരാളുണ്ട് ഇവിടെ ക്യാമറയൊക്കെ, അതിലൊരു സയനൈഡ് ഗുണം എങ്ങനെ ഉണ്ടാവും? സയനൈഡ് ഇത്തിരി, നിങ്ങൾ പായസം വലിയ ചരുവത്തിലാണ് വെക്കുന്നത്, സയനൈഡ് ഇത്തിരി ഉണ്ടാവുള്ളൂ. അതാണ് ജമാഅത്ത് ഇസ്ലാമി.